നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 16 പേർക്ക് പരിക്ക്. തൊടുപുഴ പാലാ റോഡിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം ചൂരപ്പട്ട വളവിലാണ് അപകടമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ മലകളില്ലാത്ത പഴയ നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി. സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അങ്കണത്തിൽ നിന്നും പ്രചരണം ആരംഭിച്ച ഹരിത വോട്ട് വണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹരിതയട്ടം കേരളത്തിൽ ഫ്ലക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല. വാർത്തകൾ വിശദമായി. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 36 പേർക്ക് പരിക്ക്. തൊടുപുഴ പാലാ റോഡിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം ചൂരപ്പട്ട വളവിൽ പുലർച്ചെ 12:45ഓടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഞ്ചരിച്ച വിനോദയാത്ര ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടൈക്കനാലിൽ വിനോദയാത്രയ്ക്ക് പോയ സംഘം തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. യാത്രാ സംഘത്തിലുണ്ടായിരുന്ന 3 ബസ്സുകളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ 46 കുട്ടികളും 4 അധ്യാപകരും 3 ബസ് ജീവനക്കാരും ഉൾപ്പെടെ 53 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിന് തൊട്ടു മുൻപ് നെല്ലാപ്പാറയിൽ ബസ് നിർത്തി എല്ലാവരും പുറത്തിറങ്ങി അല്പനേരം വിശ്രമിച്ചിരുന്നു. പിന്നീട് യാത്ര തുടർന്ന ബസ് കുത്തനെ ഇറക്കത്തിലുള്ള ചൂരപ്പട്ട വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയറും തകർത്ത് തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ ശേഷം റോഡിലേക്ക് മറിയുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നാട്ടുകാരും കരിങ്കുന്നം രാമപുരം പോലീസും ചേർന്നാണ് വാഹനത്തിനുള്ളിൽ ഉള്ളവരെ പുറത്തെത്തിച്ചത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ KSRTC ബസ്സിൽ പാലായിലെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചു. ബസ്സിലുണ്ടായിരുന്ന 36 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. നിസ്സാര പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മടക്കി അയച്ചു. 18 വിദ്യാർത്ഥികളിൽ കൂടുതൽ നിരീക്ഷണത്തിനും വിദഗ്ധ ചികിത്സയ്ക്കുമായി മാർസ് ലീവായിൽ തുടരുന്നുണ്ട്. അപകടത്തെ തുടർന്ന് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് മറിഞ്ഞ വാഹനം ഉയർത്തി മാറ്റിയാണ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിയാതിരുന്നതും സംഭവം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതിനാലും വൻ ദുരന്തം ഒഴിവായി. രാത്രി 1 മണിക്ക് നടന്നൊരു സംഭവമാണ്. കാരണം ഇവിടെ എല്ലാ ദിവസങ്ങളിലും തന്നെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അധികാരികളുടെ മുമ്പിൽ ഇത് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടാണ്. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം നെല്ലാപ്പാറ മുതൽ കുറിഞ്ഞി വരെയുള്ള മേഖലകളിൽ യാതൊരുവിധ സിഗ്നൽ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. അപകട മുന്നറിയിപ്പ് ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇത് പലതവണ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടും അധികാരികൾ എന്തുകൊണ്ട് ഇതിലൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ തന്നെ 20ഓളം കുട്ടികൾക്ക് അപകടമുണ്ടായി. ഇതിനു മുമ്പ് പലതവണ ഇവിടെ അപകടം നടന്നൊരു മേഖലയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരനായ എൻ്റെ ഒരു ആവശ്യം. ഇതിൻ്റെ അപകടം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? നാട്ടുകാരാണോ പോലീസൊക്കെ വന്നിരുന്നോ? പോലീസ് വന്നിരുന്നു, ഫയർഫോഴ്സ് വന്നിരുന്നു, മറ്റ് ഇത് റോഡിൽ കൂടി പോയ വാഹനങ്ങൾ വന്ന് അങ്ങനെയാണ് ഇത് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കൾ കൂടിയാലോചിച്ച് നടപടിയെടുക്കും. ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനം. പാർട്ടി പ്രതിരോധത്തിലല്ല. പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. CPM-നെയും കോൺഗ്രസിനെയും ജനം വിലയിരുത്തും. CPM നേതാക്കൾക്കെതിരെ ലഭിച്ച പരാതികളിൽ എന്ത് നടപടിയെടുത്തുവെന്നും അദ്ദേഹം ചോദ്യമുയർത്തി. കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടാവും. ആളുകൾ കോൺഗ്രസിനെയും CPM-നെയും തമ്മിൽ കമ്പയർ ചെയ്യും, താരതമ്യപ്പെടും. എത്രയോ പേരുടെ പരാതിയാണ് ആ AKE സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട്. പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ? പരാതി അതൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക്. പോലീസിലൊന്നും കൊടുത്തിട്ടില്ലല്ല. ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത്
അന്തസ്സായി ചെയ്തു. നിയമത്തിനനുസരിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു, അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു. ഒരു നടപടിയില്ല. അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ, അതെല്ലാം ആളുകൾ ആലോചിക്കുള്ളൂ. ആളുകൾ കോൺഗ്രസിനെയും CPM-നെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും. ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് ആഘോഷമായ വിളംബര ജാഥ നടന്നു. കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ മൈതാനത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ കരിമണ്ണൂർ ടൗണിൽ സമാപിച്ചു. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ V വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഫ്ലാഷ് മോബും നടത്തി. കരിമണ്ണൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആഘോഷമായ വിളംബര ജാഥ നടന്നു. കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ മൈതാനത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ കരിമണ്ണൂർ ടൗണിൽ സമാപിച്ചു. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ V വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷി വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത വർണ്ണാഭമായ റാലി കരിമണ്ണൂർ നഗരത്തെ ഉത്സവലഹരിയിലാക്കി. തുടർന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് തുല്യനീതിയും അവസരവും ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഫ്ലാഷ് മോബ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടന്നു. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അവിടെ അവർ സുരക്ഷിതരാണെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വന്നെത്തിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കുട്ടി ജനിച്ചതുകൊണ്ട് ആരും ചെറിയൊരു വൈകിട്ടുള്ള രണ്ടാമത്തെ കുട്ടി, ആദ്യത്തെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവൾ അധികം സംസാരിക്കുന്നില്ല. അങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് റസൽ ബാബു സാർ എത്തിയിട്ടുണ്ട്. സാറിനെ നേരിട്ട് ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നു. 1.5 വർഷമായി നമ്മുടെ തൊടുപുഴയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. SSK ഇടുക്കി ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ബിനുമോൻ KA മുഖ്യപ്രഭാഷണം നടത്തി. ഭിന്നശേഷിയുടെ പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച തൊടുപുഴ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ റസൽ സാബു യോഗത്തിൽ വിശിഷ്ടാതിഥിയായിരുന്നു. കരിമണ്ണൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് റിൻഡോ ചാണ്ടി, റീജിയണൽ സെക്രട്ടറി ജോയി അഗസ്റ്റിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് ഷാജി ആരൂജ ആശംസകൾ അർപ്പിച്ചു. കരിമണ്ണൂർ BPC സിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BRC ട്രെയിനർ ലാൽ K തോമസ് സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബിൻസി തോമസ് കൃതജ്ഞതയും അർപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരങ്ങളെയും തന്റെ ജീവിത നേട്ടങ്ങൾ കൊണ്ട് ഭിന്നശേഷി മേഖലയ്ക്ക് തന്നെ മാതൃകയായ അധ്യാപകൻ റസൽ സാബുവിനെയും യോഗത്തിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ കലാവിരുന്നും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായിയുടെ സ്വന്തക്കാരായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞതിന് തൊലിക്കെട്ടിക്കുള്ള അവാർഡ് MV ഗോവിന്ദന് കൊടുക്കണം. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം പോലും വിൽപ്പന നടത്തുമായിരുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ട ഇവർ സർക്കാർ ഖജനാവിൽ നിന്നും എന്തൊക്കെ കട്ട് കാണുമെന്നും VD സതീശൻ ചക്കുപള്ളം അണക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ചോദിച്ചു. എത്ര ഗൗരവത്തോടു കൂടിയ തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് N വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത്. അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ് പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിച്ചില്ല. അത്രയും ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം. കാരണം അവരിനി മറ്റ് നേതാക്കളെ പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിന്. ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള CPM നേതാക്കന്മാരുടെ
ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറെ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും. രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. പക്ഷേ പാർട്ടി കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. അല്ല, അത് പാർട്ടി ആലോചിക്കും. അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോ ഒരു പരാതി, ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിന് വന്നു. അദ്ദേഹം അത് അപ്പോൾ തന്നെ DGPക്ക് അത് ഫോർവേഡ് ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത. ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലും കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലും MV ഗോവിന്ദന്റെ കയ്യിലും ഇതുപോലെ എത്ര പരാതികളുണ്ട്? ഒരു പരാതി പോലും പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടില്ല. അവര് പാർട്ടി തന്നെ കോടതിയാക്കി, അവര് തന്നെ തീരുമാനമെടുത്തു. നിയമത്തിന്റെ മുന്നിലേക്ക് വിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്തത്. മാലിന്യ മലകളില്ലാത്ത പഴയ നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി. വ്യത്യസ്തമായ ഹരിത തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ തൊടുപുഴ ബ്ലോക്കിന്റെ ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അങ്കണത്തിൽ നിന്നും ഹരിത വോട്ട് വണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട AS ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന നഗരസഭയുടെ വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ നിരീക്ഷിച്ച ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട AS നഗരസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടറോട് വിശദീകരിച്ചു. സബ് കളക്ടർ അനൂപ് ഗാർഗി IAS കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കാളവണ്ടിയിലാണ് ഹരിത തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം തയ്യാറാക്കിയത്. കോട്ടൺ തുണിയിൽ എഴുതി തയ്യാറാക്കിയ സന്ദേശ ബോർഡുകൾ, പനയോലമേഞ്ഞ മേൽക്കൂര എന്നിവയെല്ലാം പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി. പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലിനൊപ്പം പുതിയ തലമുറയ്ക്ക് ഹരിതചട്ടം പാലിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഇത് ഉപകരിക്കും. എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിത്യജീവിതത്തിൽ ഹരിതചട്ടം പാലിക്കുന്നതെന്ന് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്തമായ സന്ദേശ പ്രചാരണ മാർഗം സ്വീകരിച്ച ജില്ലാ ശുചിത്വ മിഷനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മുടെ ഈ ഒരു മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രബുദ്ധരായ വോട്ടർമാർ ഏറ്റവും നല്ല രീതിയിൽ ഇതുമായിട്ട് പ്രതികരിക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വലിയൊരു സംഭവം, അതായത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നമ്മൾ വിവിധ ചടങ്ങുകൾ നടക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും അനുഷ്ഠിച്ചു വരുന്നതാണ്. അത് നമ്മുടെ പബ്ലിക് ഫംഗ്ഷൻ ആയിക്കോട്ടെ, സ്വകാര്യ ചടങ്ങുകൾ, കല്യാണം പോലും സ്വകാര്യ ചടങ്ങുകളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ പോലെയുള്ള വലിയ ചടങ്ങുകളായിക്കോട്ടെ, ഹരിതചട്ടം പാലിച്ച് നടക്കുക എന്നുള്ളത് ഇക്കാര്യത്തിലാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാഴ്വസ്തുക്കൾ പ്രത്യേകിച്ചിട്ട് ഭൂമിയിൽ അരിഞ്ഞ് ചേരാതെ അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വസ്തുക്കൾ നമ്മുടെ പരിസ്ഥിതി ജീവിതത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ തിരിച്ചടിയായിട്ട് മനുഷ്യർ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗവും അത് വലിച്ചെറിയലും അവസാനം ഈ പ്ലാസ്റ്റിക് മാലിന്യമായി മൈക്രോ പ്ലാസ്റ്റിക്കായി അവസാനം ചെന്നത് നമ്മുടെ തന്നെ ശരീരത്തിലാണ്. അത് നമ്മുടെ തന്നെ ശരീരത്തിൽ ഇപ്പം നിങ്ങളെല്ലാം വായിച്ചു കാണും, ഇത് കടലിലേക്ക് എത്തി, നമ്മുടെ ഇവിടുന്ന് വലിച്ചെറിയുന്ന അവസാനം തോടുകളിലൂടെ പുഴയിലൂടെ കടലിലെത്തുന്നത്. കടലിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് മത്സ്യങ്ങളിലെത്തി, മത്സ്യങ്ങളിലൂടെ വീണ്ടും നമ്മളുടെ ശരീരത്തിലേക്ക് എത്തി നമുക്ക് പ്രതീക്ഷിക്കാത്ത വിധ അസുഖങ്ങളും പല മാരക രോഗങ്ങളും, അതുപോലെ തന്നെ ഇപ്പോഴും പോപ്പുലേഷന്റെ ജനങ്ങളുടെ പ്രത്യുൽപാദന ശേഷി കുറയുന്ന ഒരു പ്രധാന കാരണം ഈ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തുക എന്നുള്ള ഒരു പ്രശ്നമാണെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മുടെ ഇലക്ഷൻ പോലെയുള്ള ഒരു വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒട്ടേറെ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കുന്നുകൂടാൻ സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഒരു പരിപാടികൾ, അതായത് ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഹരിത തെരഞ്ഞെടുപ്പായിരിക്കണം നമ്മൾ നടത്തേണ്ടത് എന്നുള്ള ഒരു വലിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ആസൂത്രണം ചെയ്ത് അതിന് മുൻകൈയെടുത്ത ഹരിത കേരള മിഷൻ ജില്ലാ ഘടകത്തിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ G. അനീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KR ഭാഗ്യരാജ്, പ്രോഗ്രാം ഓഫീസർ അനുമോൾ, ടെക്നിക്കൽ കൺസൾട്ടന്റ് അമൽ, യങ് പ്രൊഫഷണൽ അഖില,
റിസോഴ്സ് പേഴ്സൺ ഷൈനി, തൊടുപുഴ BDO CN ബിന്ദു, ഇലക്ഷൻ ചുമതലയുള്ള വിവിധ ഉദ്യോഗസ്ഥർ, അല്ലസർ കോളേജിലെ NSS വിദ്യാർത്ഥികൾ, സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന നഗരസഭയുടെ വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ നിരീക്ഷിച്ച ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് IAS. നഗരസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടറോട് വിശദീകരിച്ചു. സബ് കളക്ടർ അനൂപ് ഗാർഗി IASഉം കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 7 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. പോളിംഗിന് ആവശ്യമായ സ്റ്റേഷനറി ഉപകരണങ്ങൾ ബ്ലോക്ക് ഹാളിൽ വെച്ച് ജീവനക്കാർ ക്രമീകരിച്ചു. ഇലക്ഷൻ മെറ്റീരിയൽസിന്റെ വിതരണം 8 രാവിലെ 8 മണിക്ക് ആരംഭിക്കുമെന്ന് ARO അജയ് AJ അറിയിച്ചു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 126 പോളിംഗ് ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കരിമണ്ണൂരിൽ വിതരണം സജ്ജമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2025ന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിൽ വരുന്ന 7 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. പോളിംഗിന് ആവശ്യമായ സ്റ്റേഷനറി ഉപകരണങ്ങൾ ബ്ലോക്ക് ഹാളിൽ വെച്ച് ജീവനക്കാർ ക്രമീകരിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ വയ്ക്കുകയും ആയതിന്റെ സുരക്ഷാ ചുമതല പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ മെറ്റീരിയൽസിന്റെ വിതരണം 8 രാവിലെ 8 മണിക്ക് ആരംഭിക്കുമെന്ന് ARO അജയ് AJ അറിയിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 7 ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും ഡിവിഷനിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട EVM കമ്മീഷനിങ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ട്രോങ് റൂം, കൗണ്ടിംഗ് സെൻറ്റർ, അതുപോലെ കമ്മീഷൻ സെൻ്ററായ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 14 ഡിവിഷന് പുറമെ ജില്ലാ പഞ്ചായത്തിൻ്റെ 3 ഡിവിഷനും കൂടാതെ 109 ഗ്രാമപഞ്ചായത്തിലേക്കുമുള്ള ഇലക്ഷനാണ് നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 126 ബൂത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത്. എല്ലാ ബൂത്തുകളും സജ്ജീകരിച്ചു കഴിഞ്ഞു. പോളിംഗ് മെറ്റീരിയൽസിൻ്റെ വിതരണം നടക്കുന്നത് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതുപോലെ തന്നെ EVM സ്ട്രോങ് റൂം ക്രമീകരിച്ചിരിക്കുന്നതും ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്. കൗണ്ടിങ് ഹാളും ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്കൂളിൽ തന്നെയാണ്. ഇലക്ഷൻ നടപടികൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങൾ പോളിംഗ് ഡേയിൽ ഹാജരായി നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 126 പോളിംഗ് ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കരിമണ്ണൂരിൽ വിതരണത്തിന് സജ്ജമാക്കി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം നടത്തി. ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ DDE ഗീത PC ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലിയിൽ കുട്ടികളോടൊപ്പം മാതാപിതാക്കളും അധ്യാപകരും SPC JRC അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗം ഭിന്നശേഷിയുടെ പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച തൊടുപുഴ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റസൽ സാബു ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ BRCയുടെ നേതൃത്വത്തിൽ മാറ്റൊലി 2025 എന്ന പേരിൽ ലോക ഭിന്നശേഷി ദിനാചരണം APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. ഭിന്നശേഷി റാലി തൊടുപുഴ DDE ഗീത PC ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലിയിൽ ഭിന്നശേഷി കുട്ടികളോടൊപ്പം മാതാപിതാക്കളും അധ്യാപകരും SPC JRC അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗം റസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. KA ബിനുമോൻ, ശ്രീമതി ഷീബ മുഹമ്മദ്, MR അനിൽകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തുകയും തുടർന്ന് SBI മാനേജർ നിഖിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. സ്വാതന്ത്ര്യ സമര സേനാനി മുതലക്കുടം മാളിയേക്കൽ ഉലഹന്നൻ ചാക്കോ വിടവാങ്ങി. 96 വയസ്സായിരുന്നു. നാട്ടുകാർ സ്നേഹത്തോടെ കുഞ്ഞേട്ടൻ എന്ന് വിളിച്ചിരുന്ന ഉലഹന്നൻ ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനത്തിൽ നട്ടമാവ് കുന്നം കവലയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റി കുഞ്ഞേട്ടൻ യാത്രയാകുമ്പോൾ കുന്നത്തെ മാവ് നാട്ടുകാരിൽ സ്വാതന്ത്ര്യദിന ചിന്തകൾ ഉണർത്തുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനത്തിൽ നട്ട മാവിന്റെ ഓർമ്മകളുമായി കുഞ്ഞേട്ടൻ യാത്രയായി. മുതലക്കോടത്തിന് സമീപം കുന്നത്താണ് സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന മാവ് തണൽ വിരിച്ചു നിൽക്കുന്നത്. മാവ് നടുന്നതിൽ പങ്കാളിയായ മാളിയേക്കൽ ഉലഹന്നാൻ ചാക്കോ 96 വയസ്സിൽ വിട പറയുമ്പോൾ മാവ് മാത്രം സാക്ഷിയായി നിൽക്കുന്നു. ഈ മാവിന്റെ ചരിത്രം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞേട്ടൻ ഇടയ്ക്കിടെ ഇക്കാര്യം പറയുമായിരുന്നു. സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിന്റെ അന്ന് രാവിലെ 10 മണിയോടെയാണ് കോൺഗ്രസ് നേതാവായ തുറക്കൽ ആഗസ്തിയുടെ നേതൃത്വത്തിൽ മാവിൻ തൈ നട്ടത്. സ്വാതന്ത്ര്യം ഒരു തണലാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. KJ ജോൺ, കല്ലിങ്കക്കുടിയിൽ വർക്കി, ജോസഫ്, കുഞ്ഞുപൈലി, PC മാണി ചെമ്പരത്തി തുടങ്ങിയവരാണ് മാവിൻ തൈ നടാൻ കുഞ്ഞേട്ടനോടൊപ്പം ഉണ്ടായിരുന്നത്. നാട്ടുകാരിൽ പലർക്കും മാവിനിൽ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നതല്ലാതെ ഇങ്ങനെയൊരു ചരിത്രമുണ്ടെന്നറിയാത്തതിൽ കുഞ്ഞേട്ടന് വിഷമമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് കുറച്ചുനാൾ മുതലക്കോടം സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കുഞ്ഞേട്ടൻ പിന്നീട് കാർഷിക വൃത്തിയിലേക്ക് തിരിയുകയായിരുന്നു. ജീവിത സായന്തനത്തിലും കൃഷിയെ സ്നേഹിച്ചും കൃഷി ചെയ്തും ജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിടവാങ്ങിയത്. സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിലും കുഞ്ഞേട്ടൻ പെൻഷൻ വാങ്ങിയിരുന്നില്ല. പണത്തിനു വേണ്ടിയല്ല താൻ രാജ്യത്തെ സ്നേഹിച്ചതെന്നായിരുന്നു കുഞ്ഞേട്ടന്റെ നിലപാട്. കുഞ്ഞേട്ടന്റെ സംസ്കാര ശുശ്രൂഷകൾ ഡിസംബർ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 വീട്ടിൽ ആരംഭിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നം ജംഗ്ഷനിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവിന്റെ ഓർമ്മകളുമായി കുഞ്ഞേട്ടൻ യാത്രയായി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് സംഘടിപ്പിക്കുന്ന കരിയർ അനാലിസിസ് ടെസ്റ്റ് ഓറിയന്റേഷൻ മുതലക്കുടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൺസ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VN ഷാജി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പരിപാടി സ്പോൺസർ ചെയ്ത സിൽജ ബാബുവിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് സംഘടിപ്പിക്കുന്ന കരിയർ അനാലിസിസ് ടെസ്റ്റ് ഓറിയന്റേഷൻ മുതലക്കോടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൺസ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. എനിക്കൊരു ഡോക്ടർ ആണോന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആണെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കുള്ള കഴിവുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? എൻ്റെ ഉള്ളിൽ എന്തെല്ലാം കഴിവുണ്ടെന്ന് എനിക്കറിയാമോ? ആഗ്രഹം മാത്രം മതിയോ? മാർക്ക് മാത്രം മതിയോ? സയൻസ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഡോക്ടർ ആകാൻ പറ്റുമോ? ഇല്ല. അതിന് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അഭിരുചി, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓറിയന്റേഷൻ ക്ലാസ്സും കരിയർ അനാലിസിസ് ടെസ്റ്റും ഇവിടെ നടത്താനായിട്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ തയ്യാറായി. ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സാറ് കാര്യവുമായിട്ട് സംസാരിക്കും. നിങ്ങളുടെ എല്ലാവരും സംഭവത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാര സംഭവത്തോടു കൂടി ഇന്നത്തെ കരിയർ അനാലിസിസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. 8 മുതൽ 12 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രീയമായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കരിയർ ഗൈഡൻസ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗതമായ കഴിവുകളും യോഗ്യതകളും അടിസ്ഥാനമാക്കി അവർക്ക് ശരിയായ പാത തിരഞ്ഞെടുക്കുവാനും അടുത്തതായി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുവാനും സഹായിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ച ഇത്തരത്തിലുള്ള ഏക പ്രോഡക്റ്റായ ഈ ടെസ്റ്റ് ലോകത്തിലെ ഏറ്റവും പുതിയ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അടിസ്ഥാനമാക്കിയുള്ള സൈക്കോമെട്രിക് അനാലിസിസ് ആണ് നടത്തുന്നത്. ടെസ്റ്റിന്റെ ഓറിയന്റേഷൻ പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ VN ഷാജി അധ്യക്ഷത വഹിച്ചു. ലയൺസ് എലൈറ്റ് ചാർട്ടർ മെമ്പർ ബൈജു ശിവരാമൻ, അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ പരിപാടി സ്പോൺസർ ചെയ്ത സിൽജ ബാബുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി പീറ്റർ സ്വാഗതവും ബിനു ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. അരക്കുളത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 സ്ഥാനാർത്ഥികൾ മൂലമറ്റം ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന്. ഓട്ടോ ജീപ്പ് ഡ്രൈവർമാരും അവരുടെ ഭാര്യമാരുമൊക്കെയാണ് ജനമനസ്സിൽ ഇടം തേടാൻ ഇറങ്ങിയത്. വേറിട്ട രാഷ്ട്രീയമാണ് ഇവരുടേതെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെയാണ് മുന്നേറുന്നത്. അരക്കുളത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 സ്ഥാനാർത്ഥികൾ മൂലമറ്റം ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന്. ഓട്ടോ ജീപ്പ് ഡ്രൈവർമാരും അവരുടെ ഭാര്യമാരുമൊക്കെയാണ് ജനമനസ്സിൽ ഇടം തേടാൻ ഇറങ്ങിയത്. വേറിട്ട രാഷ്ട്രീയമാണ് ഇവരുടേതെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെയാണ് മുന്നേറുന്നത്. സ്റ്റാൻഡിൽ ജീപ്പ് ഓടിക്കുന്ന സന്തോഷ് ഇല്ലിക്കൻ എടാട് നിന്നുള്ള CPM സ്ഥാനാർത്ഥിയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറായ വിനീഷ് വിജയൻ 2ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ വർഷം 6ാം വാർഡിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് വിനീഷ് വിജയന്റെ ഓട്ടം. കഴിഞ്ഞ തവണ ഞാൻ 14 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരക്കുളം പഞ്ചായത്ത് 6ാം വാർഡിനെ പ്രതിനിധീകരിച്ച് ജയിക്കുവാൻ സാധിച്ചു. ആ സമയത്ത് മൂലമറ്റം ടൗണിലെയും പ്രത്യേകിച്ച് ഈ ഈ ടാക്സി സ്റ്റാൻഡിലെ എല്ലാ വിഭാഗം ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചിരുന്നു. അത് കേവലം ഒരു ജയത്തോടെ നിന്നില്ല, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റവും
ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഈ ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളാണ്. അതിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനുള്ളൊരു ആർജവമുള്ളൊരു സമൂഹമാണ് ഇവിടുത്തെ ടാക്സി സമൂഹം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും വളരെ തൻ്റെടത്തോടെ അല്ലെങ്കിൽ നല്ല എതിർപ്പോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ തവണ ഞാൻ മത്സരിക്കുന്ന ആർക്കോം പഞ്ചായത്തിൻ്റെ മൂന്നത്തെ ഭാഗമല്ല അർക്കുളം ഭാഗത്തുള്ള 2ാം വാർഡ് കാവുമ്പടി ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയും തികഞ്ഞ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മത്സരരംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നത്. ആ വാർഡിലും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികളുടെ എല്ലാവിധ പിന്തുണയും നിലവിൽ ലഭിക്കുന്നുണ്ട്. 10ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മേരിക്കുട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർ സുനിലിന്റെ ഭാര്യയാണ്. ഞാൻ അർക്കുളം പഞ്ചായത്ത് 10ാം വാർഡിൽ മത്സരിക്കും. UDFിന്റെ സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ ജനങ്ങളുടെ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിന്റെ സ്വന്തം വാർഡായതുകൊണ്ട് എല്ലാവരും അറിയും. ആദ്യമായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ടീച്ചറായിരുന്നു. അതുപോലെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. വിജയപ്രതീക്ഷയുണ്ട്. പതിപ്പള്ളി വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന CPIയിലെ ഓമന ഓട്ടോ സ്റ്റാൻഡിലെ കണ്ണന്റെ അമ്മയാണ്. ജലന്ധർ വാർഡിലെ NDA സ്ഥാനാർത്ഥി ആശാമോൾ ഓട്ടോ ഡ്രൈവർ സുമേഷിന്റെ ഭാര്യയാണ്. KCB കോളനി വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിത അനിൽകുമാർ ഓട്ടോ ഡ്രൈവർ അനിൽകുമാറിന്റെ ഭാര്യയാണ്. 12ാം വാർഡായ മൂലമറ്റത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി റാണിമോൾ ഓട്ടോ ഡ്രൈവർ ഷൈനിന്റെ ഭാര്യയാണ്. 15 വർഷമായിട്ട് വാർഡിൽ സ്ഥിരം മെമ്പർ ഉണ്ട്. 3 ടേമിലായിട്ട് വിജയിച്ചിരിക്കുന്ന ഒരാൾ. അയാൾക്കെതിരെയാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് ഉഷ ചേച്ചി. പിന്നെ നമ്മുടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. എതിരാണ് മത്സരം. വിജയപ്രതീക്ഷയുണ്ട്. 4 റൗണ്ട് ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും എനിക്കിന്ന് വളരെ നല്ല വിജയപ്രതീക്ഷയുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഹരിതചട്ടം കേരളത്തിൽ ഫ്ലക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല. നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ പ്രിന്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലക്സ് ബോർഡുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാകുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന PVC ഫ്ലെക്സ്, കൊറിയൻ ക്ലോത്ത്, പോളിസ്റ്റർ, നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരവ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളി എത്തിലീൻ, കോട്ടൺ എന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഇവയുടെ പിൻഭാഗം ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കറുത്ത പ്രതലമാകും ഇവയ്ക്ക് ഉണ്ടാവുക. പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോകുക. വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. നിയമം പാലിച്ച പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ നമുക്കിപ്പോൾ വന്നിട്ടുള്ള പോളി എത്തിലീൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മളിവിടെ പ്രിന്റിംഗ് കാണുന്നത്. ഇതിന്റെ ബാക്ക് ഭാഗം ബ്ലാക്ക് ആണ്, ഫ്രണ്ട് വൈറ്റ് ആണ് ഈ മെറ്റീരിയൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ ഇതിലാണ് പ്രിന്റ് ചെയ്യാൻ സർക്കാർ കോടതി ഉത്തരവുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ എല്ലാ സ്ഥലങ്ങളിലും നിരോധിത മെറ്റീരിയൽ, കൊറിയൻ ക്ലോത്ത്, ഫ്ലെക്സ് തുടങ്ങിയ സകല മെറ്റീരിയലുകളിലും പ്രിന്റ് അടിച്ച് പ്ലാസ്റ്റിക് കണ്ടന്റുകൾ കൂടുതലുള്ള ഫ്ലെക്സുകളിലൊക്കെ പ്രിന്റ് അടിച്ച് വഴി നീളെ, അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ജില്ലാ ഡിവിഷനൊക്കെ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് 100 കണക്കിന് പ്രിന്റുകൾ കൊണ്ട് വഴി നീളെ വെച്ചിട്ടുള്ളത് പച്ചയായ നിയമലംഘനമാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാവണം. ഇത് അന്വേഷിക്കണം. ഇതിന്റെ സ്ക്വാഡുകൾ ഇത് കണ്ടുപിടിക്കണം. കാരണം ഇതിലൊരു നമുക്കൊരു QR കോഡ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അംഗീകൃത മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ പല തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി പ്രിന്റ് അടിച്ച ആളുകളുടെ പല പ്രിന്റിങ്ങുകളിലും QR കോഡ് ഇല്ല. ഇനി QR കോഡ് ഉള്ളത് തന്നെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഒരു വാല്യൂം ഇല്ലാത്ത QR കോഡുകൾ നിർമ്മിച്ചാണ് പ്രിന്റ് അടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും അത് ബാധകമാകണം. ഒപ്പം അത് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ബാധകമാകണം. കാരണം പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എല്ലാ തലത്തിലും അത് പാലിക്കപ്പെടുന്നുണ്ട് ഉള്ള കാര്യം ഉറപ്പുവരുത്താൻ നമ്മുടെ നിയമ നടപടികൾക്ക് കഴിയണം. അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം. വഴി നീളെ നമുക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം. ഈ ബാക്കിൽ വൈറ്റ് കളറുള്ള പ്രിന്റിങ് മൊത്തം
നിരോധിത മെറ്റീരിയലുകളാണ്. അപ്പോൾ ആ മെറ്റീരിയലുകളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് എതിരെ നടപടി ഉണ്ടാകണം. അതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന, അപ്പോൾ നമ്മളൊക്കെ ഇതെല്ലാം മാറ്റി പുതിയ മെറ്റീരിയൽ വാങ്ങി വെച്ച ഞങ്ങളൊക്കെ മണ്ടന്മാരായി പോകുന്ന ഒരു അവസ്ഥയെത്തി. കാരണം മറ്റുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലെത്തി. പക്ഷെ നമ്മുടെ സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിൽ കയറിയാൽ റെയ്ഡ് ചെയ്യും, ഫൈൻ അടിക്കും എന്ന് പറഞ്ഞ ഒരു ഭീകരമായ അവസ്ഥയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണമെന്ന് ഓർക്കും. നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അറിയിപ്പ്. എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയോരത്ത് വെച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 16 പേർക്ക് പരിക്ക്. തൊടുപുഴ പാലാ റോഡിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം ചൂരപ്പട്ട വളവിലാണ് അപകടമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ മലകളില്ലാത്ത പഴയ നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി. സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അങ്കണത്തിൽ നിന്നും പ്രചരണം ആരംഭിച്ച ഹരിത വോട്ട് വണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹരിതയട്ടം കേരളത്തിൽ ഫ്ലക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.